പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഈ ദൈവവചനം വായിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ ഒരു ജയത്തിന്റെ ഘോഷം മുഴക്കണമെങ്കിൽ ആമേ റോമലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടിവിക്കും എന്നുള്ളൊരു നിലവിളിയാണ്. പൗലോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും അഗാധമായ ഗർത്തത്തിൽ അല്ലെങ്കിൽ അതുപോലെ അതിന് സമാനമായ ഏതോ ഒരു അനുഭവത്തിൽ നാം മോചനം പ്രാപിച്ചപ്പോൾ, ഹല്ലേലൂയ, പൗലോസ് സ്വന്തമായി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് തന്നെയാണ് ശ്രോതാവി നിങ്ങളെ ജീവിതത്തിൽ ഈ വചനം വളരെ പ്രയോജനകരമായി മാറുന്നത്. നിങ്ങൾ നിലയില്ലാ ഭയത്തിൽ മുങ്ങി താഴും പോലെ ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, അത് ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധ നിലകളിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ പൗലോസിനെ പോലെ അരിഷ്ട മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ അതിൽ നിനക്ക് മോചനം തരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ നിനക്ക് വിളിച്ചു പറയാൻ കഴിയണം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി. ഇത് നിന്റെ ജീവിതത്തോടുള്ള വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാം വചനം വായിക്കുമ്പോൾ ജീവനുള്ള വാക്കുകളും ജീവനില്ലാത്ത വാക്കുകളുമുണ്ട്. നമ്മുടെ വാക്കുകൾ ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരശുശ്രൂഷയിൽ താൻ പ്രസ്താവിച്ച സകല വാക്കുകളും സകല വചനങ്ങളും ജീവന്റെ വചനമായിരുന്നു. അത് നിന്റെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യുന്നെങ്കിൽ, നിന്റെ പ്രതിസന്ധികൾ എത്ര രൂക്ഷമായിരുന്നാലും ജീവന്റെ വാക്കുകളാണ് നീ വിളിച്ചു പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ അനിഷ്ടത നിന്നെ വിട്ടുവയ്ക്കും. പൗലോസിനെ പോലെ നിങ്ങൾ ഒരുപക്ഷെ അഗാധമായി ഗർത്തത്തിൽ വീണ് കിടക്കുന്ന അവസ്ഥയായിരിക്കാം. അവിടെ കിടന്ന് നിലവിളിയുടെ ശബ്ദം ഉയർന്നാലും ജീവന്റെ വാക്ക് വിളിച്ചു പറയാൻ നീ മുന്നോട്ട് വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, സകല മനുഷ്യരുടെ മുമ്പിൽ നിന്നെ ശുദ്ധിയുള്ളവനാക്കി മാറ്റിയെടുത്ത് നിന്റെ മനസ്സാക്ഷിക്ക് ഏറ്റ കളങ്കങ്ങൾ, നിന്റെ ജീവിതത്തിലേറ്റ കളങ്കങ്ങളെ എല്ലാം മാറ്റിയിട്ട് ദൈവം നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. പൗലോസിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികളെ നേരിടാൻ പൗലോസിന് കഴിഞ്ഞെങ്കിൽ നേരിട്ട അതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോൾ നീ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ കടന്നു പോകുന്ന പ്രതിസന്ധി വലിയ പ്രതികൂലമായിരിക്കും, വളരെ പ്രശ്നമായിരിക്കാം. എല്ലാവരും തള്ളപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന പോലെ നിലയിലോ കയത്തിൽ മുങ്ങി താഴുവാൻ ആ അനുഭവത്തിൽ നീ എത്തിച്ചേർന്നേക്കാം. അവിടെ നിനക്ക് വിളിച്ചു പറയണം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ലെന്ന ജീവന്റെ വാക്കുകൾ നീ വിളിച്ചു പറയുന്നെങ്കിൽ, നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളും ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. മാത്രമല്ല, സമയമാകുമ്പോൾ അവൻ ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. യേശുക്രിസ്തു സമയമാകുമ്പോൾ ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് എബ്രായലേഖനം 9:28 വായിക്കുന്നുണ്ട്. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷം. നാം വിശ്വസിക്കുന്നത് അവനായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന നമ്മെ ചേർത്തുകൊള്ളവനായി അവൻ വരുമെന്നുള്ള ആ ദൃഢവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ജീവിതം ഒരുപക്ഷെ പാപത്താൽ നിറയപ്പെട്ടതായിരിക്കാം. പാപമംഗലമായ അനുഭവത്തിലൂടെ, കണ്ണുനീരിന്റെ നടുവിലൂടെ ആയിരിക്കാം. ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടായിരിക്കും. ലോകം നിന്നെ പഴിചാരുന്നുണ്ടായിരിക്കാം. ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ജീവിതത്തിൽ പുതിയ അനുഭവത്തെ ദൈവത്തിന് തരുവാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നീ ചിന്തിക്കും, ഒരു ദിവസം നീ ഓരോ പ്രാവശ്യവും ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുമ്പോൾ ആ പാപത്തിൽ നീ വീണ്ടും മുന്നോട്ട് പോകാതെ, ഹല്ലേലൂയ, ആ പാപത്തിൽ നീ തുടരാതെ, ആ പാപത്തിന് പരിഹാരം നൽകുന്ന യേശുവിലൂടെ നീ മോചനം പ്രാപിക്കുവാൻ കഴിയണം. പാപമില്ലാത്തവനും മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. പാപമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് കടന്നുപോയ മേഖലകൾ ക്രൂരമായ അനുഭവങ്ങളായിരുന്നു, വേദനാജനകമായിരുന്നു. എന്നാൽ തന്നെ അവിടുന്ന് വിടുവിക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, നിങ്ങളിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം അവൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷമാകും. കണ്ണുകളടച്ചാട്ട് നിന്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ വിടുവിക്കുവാൻ ദൈവശക്തനാ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞ പോലെ പൗലോസിനെ പോലെ അരിഷ്ടാവസ്ഥയിൽ കടന്നുപോയപ്പോൾ ഗർത്തത്തിലായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പൗലോസ് മോചനം പ്രാപിച്ച് ക്രിസ്തുവിൽ ജയഭേരി മുഴക്കിയതുപോലെ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ
കടന്നു പോകുന്ന പ്രതിസന്ധികളെ നടുവിൽ വിടുതൽ കൊടുത്ത് ജയത്തിന്റെ വാക്കുകൾ, ജീവന്റെ വാക്കുകൾ വിളിച്ചു പറയുവാൻ ജനത്തിന്റെ ഹൃദയദൃഷ്ടിയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.